നമ്മളിപ്പോ പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സലീമേട്ടന്റെ കുറച്ച് കഥാപാത്രങ്ങൾക്കിടയിലാണ് ഞാനും അഖിലും ഇപ്പൊ നിൽക്കുന്നത്. നമ്മൾ നോർമലി ചിന്തിക്കുമ്പോഴേ നമ്മുടെ സമൂഹത്തില് സലീമേട്ടൻ ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല. അങ്ങനെ ഇപ്പൊ സലീമേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളുടെ കട്ടൗട്ട് നമ്മൾ ഈ ഫ്ലോറിൽ വയ്ക്കുവാണെങ്കിൽ ഈ ഫ്ലോർ തികയാതെ വരും. കലൂർ സ്റ്റേഡിയത്തിൽ കൊണ്ടുവച്ചാൽ പോലും തികയാതെ വരും. അത്രയ്ക്ക് നല്ല കഥാപാത്രം സലീമേട്ടൻ ചെയ്തു. അങ്ങനെ അപ്പൊ സലീമേട്ടന്റെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ മിസ്സിംഗ് എന്ന് പറയുന്നത് ഈ ഫ്ലോറിൽ സലീമേട്ടൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സലീമേട്ടന്റെ ആ ഒരു ശബ്ദം ഇപ്പൊ നമുക്കിവിടെ മിസ്സിംഗ് ആണ്. ആ സൗണ്ട് സലീമേട്ടന്റെ ആ റിയൽ ശബ്ദം കേൾക്കാൻ കൊതിയാവുന്നില്ലേ ചേച്ചി? സത്യം. അതിന് നിങ്ങൾ തമ്മിൽ വലിയ തല്ലുകൂടേണ്ട കാര്യമില്ല. എന്റെ ശബ്ദത്തിന്റെ കാര്യമല്ലേ, അതിനുള്ള പോവഴി ഞാൻ തന്നെ ഉണ്ടാക്കാം. ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ. റിയൽ ശബ്ദവും കേട്ട് സിനിമയിലെ ശബ്ദവും കേട്ട് എന്റെ അമ്മ പൊളി. അപ്പൊ സലീമേട്ടന്റെ വോയിസ് ഏറ്റവും കൂടുതൽ ടെലിവിഷനിൽ അവതരിപ്പിച്ച എല്ലാവർക്കും അറിയാവുന്ന രണ്ടുപേരാണ് ഇപ്പൊ നമ്മളുടെ ഉള്ളത്. അനൂപാല ആൻഡ് റജി രാമപുരം. പ്രേക്ഷകർക്ക് ഒരു ഉറപ്പ് നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റും. കാര്യം എന്താ അറിയാമോ, ഇവരെ പോലുള്ള ടാലന്റഡ് ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾ ഉള്ളിടത്തോളം കാലം കേരളത്തിലെ ജനങ്ങൾ സലീമേട്ടന്റെ ശബ്ദം മിസ് ചെയ്യില്ല. മലയാള സിനിമയിൽ ഒരു ക്യാരക്ടറിനും ബയോളജിക്കൽ നെയിം ഇല്ല. പക്ഷെ My biological name is Michael Elias Jackson Elias Vikram Elias. ഇത്രക്ക് പോപ്പുലറായി എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലടാ ചാടത്തേണ്ടി. ഇപ്പോഴും നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അല്ലെങ്കിലും അത്ര ആൾക്കാർക്കൊന്നും അറിഞ്ഞൂടാ, എന്നാലും ചില സ്ഥലത്തേലും ആരെങ്കിലും എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി പറയും ഇത്രയ്ക്ക് പോപ്പുലറായി കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് പറയൂത് ഇത്രയും പോപ്പുലറായി. പിന്നെ ഈ ഇടയ്ക്ക് ശ്രീവിദ്യ ഒരു സ്ഥലത്ത് വെച്ചു അതുപോലെ ഒരാള് അറിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞതാ. അതുപോലെ തന്നെ ദുബൈയിലെ ഷേക്കിനെ ഒരു വിരൽ ഒതുക്കി ഒരൊറ്റ നടന്നേയുള്ളൂ. ആരാണ് ആരാ പറഞ്ഞത് ഇയാളെന്റെ അച്ഛനാണെന്ന്? ഒടുവിൽ കുറ്റസംഭവം നടത്തിയല്ലേ എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കാണുന്ന കളഞ്ഞതാണ്. കുട്ടിക്കാലത്ത് 3 വയസ്സുള്ളപ്പോ അച്ഛനെ കാണണം വാശി പിടിച്ച് കറിയുമ്പോൾ പള്ളിയിലച്ഛന്മാരെ കാണിച്ച് തരുമായിരുന്നു. എന്ത് രസമുള്ളൊരു കാലം. നമ്മളെ ഇപ്പോഴും ഈ നമ്മള് കഥ പറയുമ്പോൾ സിനിമയില് നമ്മുടെ മമ്മൂക്കയുടെ ഗസ്റ്റ് എൻട്രി ഉണ്ട്, ശ്രീനിവാസ സാറുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ഇന്നും ആ സിനിമ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് വരുന്നൊരു പാട്ടുണ്ട് മനസ്സിൽ ഇല്ലേ, ആ ബാർബറാം ബാലന്റെ പാട്ട്. ഇപ്പോഴും നമ്മൾ ആ പാട്ട് പറക്കില്ല, വ്യത്യസ്തനാമൊരു ബാർബറാം ബാലൻ. പക്ഷെ അതുപോലെ തന്നെ നല്ലൊരു കവിതയുണ്ട്. എനിക്കൊന്ന് ലോകത്ത് ആദ്യമായിട്ട് റബ്ബറിനെ പറ്റി കവിത പാടിയിട്ടുള്ളത് സലീമേട്ടനായിരിക്കും. അത്രേ ഉള്ളൂ. അതേതാണ് ആ കവിത? പാലായിലുള്ളവർക്ക് പാലാണ് റബ്ബർ, മലയാളികളുടെ നട്ടെല്ല് റബ്ബർ, ഇവിടെ ചിലരുടെ നട്ടെല്ലും റബ്ബർ. ഇത് പറയാൻ വേണ്ടി ഇവിടെ വന്നു നിൽക്കുന്ന രണ്ടുപേരും പാലക്കാരാണ്. ഈ നാടൻ ക്യാരക്ടറാണ് സലീമേട്ടൻ ഏറ്റവും കൂടുതൽ കിട്ടുള്ളൂ. നമ്മുടെ പഞ്ചായത്തുകളിൽ കാണുന്ന കുറെ ആൾക്കാർ പോലെ അല്ലേ, നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ നമ്മളെ കൂട്ടുകാരന്മാർ വരുമ്പോൾ നമ്മളവരെ കളിയാക്കും. അൽ കമലാസനം കയ്യിൽ റേഡിയോയും വരവുണ്ട്, പുള്ളി റെയ്ബാൻ ഗ്ലാസും വിഗും പഴയ കോസ്റ്റ്യൂമും. അൽഫക്കും അൽഫക്രു ദൈവത്തിന് നന്ദി. അങ്ങ് ഷെയ്ഖിന്റെ പറമ്പിൽ ജോലി ചെയ്തിരുന്ന ഞാൻ കുളിക്കാൻ വേണ്ടിട്ട് ഒരു കുഴി കുത്തി നോക്കിയപ്പോ അവിടെ നിറയെ എണ്ണപ്പാടും. പെട്ടെന്ന് ഷെയ്ഖ് ഇന്ന് ദുബായിൽ ഒരുപാട് എണ്ണപ്പാടുകൾ എണ്ണ കമ്പനിയുള്ള വലിയൊരു കോടീശ്വരനാണ്. ഷെയ്ഖിന്റെ വിശ്വസ്തനായ മാനേജർ എന്നെ 1 ലക്ഷം പ്രഭുവാക്കി മാറ്റി. അങ്ങനെ അവിടെയുള്ളവർ എന്നെ ബഹുമാനപൂർവ്വം വിളിക്കുന്നത് അൽ കമലാസൻ എന്നാണ്. രജി താങ്ക് യു. God bless you. എനിക്കൊന്നും ചേച്ചി നമ്മുടെയൊക്കെ ഒരുപാട് കൂട്ടുകാര് വിദേശത്തുണ്ട്. ഇവരൊക്കെ ലീവിന് വരുമ്പോ സത്യസന്ധമായി ഇവരെയൊക്കെ നമ്മൾ കളിയാക്കാനുള്ള മെയിൻ കാരണം സലീമേട്ടനാണ്. അത് ഈ അൽ കമലാസനെ മാത്രം ഈ മണവാളൻ ഇങ്ങനെ എത്ര ക്യാരക്ടർ ഉണ്ട് ഈ ഗൾഫിൽ നിന്ന് വന്നവരെ കളിയാക്കി. എന്റെ അച്ഛനെ വരെ ഞാൻ കളിയാക്കാറുണ്ട്. അതുപോലെ തന്നെ വേറെ ഡയലോഗുണ്ടല്ലോ, അൽ ഒട്ടലു അൽ ഫത്തലു. വേറൊരു ഡയലോഗ് ഉണ്ട്, സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ടു തള്ളിപ്പോയ സ്വന്തം കാശുണ്ട് സ്വന്തമായിട്ട് കണ്ടു തള്ളിപ്പോയത്. ഇനിയുണ്ട് വേറെ സാധനം പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഞാൻ നമ്മുടെ കൂട്ടുകാരന്മാർ എവിടെയെങ്കിലും ഇപ്പം വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും വെച്ചേ എന്ന് പറയുമ്പോൾ പുള്ളി അപ്പം ഞാൻ രാജമാണിക്കത്തില്ല സലീം ഗ്ലാസ് കൊണ്ടിടക്കാൻ സീരിയസ് ആയിട്ട് പറയും. അത് ആ പുള്ളി ചെയ്ത് ചെറിയൊരു ക്യാരക്ടർ അത്, പക്ഷെ അതുപോലും നമ്മുടെ ആൾക്കാരുടെ മനസ്സിലെങ്ങനെ നിൽക്കണമെങ്കിലേ ആ രാജമണ്ഡലത്തിൽ കിടിലൊരു ഡയലോഗ് ഉണ്ട്. പക്ഷെ പലർക്കും അത് ഓർമ്മയാണ്, പക്ഷെ കേൾക്കുമ്പോൾ കൈയടിക്കുന്നു. അതുതാൻ ഈ ബോസ് ഫിലോസഫി. ഒരു മുട കണ്ടാൽ ഇട കണ്ടാൽ ഇടപെടും.
സത്യം. വലിയൊരു സാധനം. അയ്യോ അഖിലേട്ടാ അതുപോലെ സലീമേട്ടന്റെ ഭയങ്കര ഒരു ക്രിഞ്ച് ഡയലോഗ് ഉണ്ട് ഇപ്പോഴും പിള്ളേരെല്ലാം പറയുന്നത്. ഒന്നും മനസ്സ് വെച്ചാ ഈ കലവറ നമുക്കൊരു അത് ഇപ്പോഴത്തെ 2K കിഡ്സ് പോലും പല കല്യാണ വീട്ടിലും പറഞ്ഞു നടക്കുന്നതായിട്ട് ഒരു കരക്കമ്പിയുണ്ട്. അത് മാത്രമല്ല അതിൽ വേറെ സാധനമുണ്ട്. ചത്ത കളിക്ക് എന്തിനാണ് കൂടുതൽ. ചേട്ടാ നമ്മുടെ സ്ഥിരം നമ്മൾ ഈ ഫ്ലോറിൽ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് നമ്മളെ മാത്രം ഇതെല്ലാം കല്യാണരാമനല്ലേ? അതും കല്യാണരാമനാ. എനിക്കങ്ങനെ രാജാ കണ്ണും തൊമ്മനും മക്കളുടെ ക്യാരക്ടർ എനിക്ക് ഇടയ്ക്ക് മാറിപ്പോ. മറ്റേ ഉണക്കമീൻ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചോറുണ്ടു ആ സാധനം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടർ മാറിപ്പോ. അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. എന്റെ അമ്മാവന്റെ മകള് എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരിക്കലും അമ്മാവൻ വീട്ടിൽ ചെന്നപ്പോ എനിക്ക് ഇച്ചിരി മീൻകറി കൂട്ടി ചോറിനാൻ തോന്നി. എന്റെ ആഗ്രഹം കണ്ട് മഹാലക്ഷ്മി മീൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയി. അവിടെ വെച്ചൊരു തമിഴ് ലോറി ഇടിച്ച് മഹാലക്ഷ്മി മരിച്ചു. പിന്നെന്ത് ചെയ്യാൻ, അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീനുള്ളതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്ത് സിമ്പിളായിട്ട് പറഞ്ഞു. അതുപോലെയാണ് സലീമേട്ടന്റെ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റുന്ന ക്യാരക്ടറാണ് മ്യായാവി. മ്യായാവിയുടെ സത്യം എന്താ അറിയോ ചേച്ചി? അതായത് ഈ സിനിമയിൽ നായകന്മാരെ സൈഡാക്കി ഒരുപാട് സബ് ക്യാരക്ടറും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ പടത്തിൽ നായകന് സ്ലോ മോഷൻ നടത്തുമെങ്കിലും കിട്ടും. പക്ഷെ മായാവിൽ എന്താ അറിയാവോ? മമ്മൂക്കയാണ് ഹീറോ, മായാവി മമ്മൂട്ടിയാ. പക്ഷെ ഒരു സീനിൽ പോലും നീ പുറകെ നടക്കും എന്ന് പറഞ്ഞിട്ടേ സ്ലോ മോഷൻ ഇവിടെ മാസ് സീക്വൻസ് മൊത്തം കണ്ണസറാങ്ങിനാണ്. അതെ അതെ അതെ. അതിനെ ഒറ്റ ഡയലോഗില്ലേ എനിക്ക് പ്രാന്തായതാണ് നാട്ടുകാർക്ക് മൊത്തം. അത് കുറെ റിയാക്ഷൻസ് ഉണ്ട് സലീമേട്ടന്റെ. നമ്മൾ എന്റെ മെയിൻ സ്റ്റിക്കേഴ്സ് മായാവിലെ കേട്ടോ. കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന് പരിഹാരം കാണണം. ഹൈ, പലഹാരമല്ലടോ പരിഹാരം. പലഹാരത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചിരിക്കും. എടുത്തോളൂ, 2 പോണ്ട, ഒരു സവാള വട, 2 സുഖിയൻ. നമ്മളെ 100 വട്ടം കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ചിരിക്കും.